എളുപ്പം ദഹിക്കുന്ന, അഗ്നിക്ക് ദീപ്തി കൂടുന്നത്. അപ്പൊ പിന്നെ അതുപോലെ ഈ സ്പൈസസ്, ഇഞ്ചി, കുരുമുളക്, ചുക്ക്, ഇത്തരം സംഗതികളൊക്കെ ഇല്ലേ വിശപ്പ് കൂട്ടുന്ന, അഗ്നിശക്തി കൂട്ടുന്ന സാധനങ്ങളാണ്. അതുപോലെ ഈ നമ്മുടെ കിച്ചണിലുള്ള പല സംഗതികളും നമ്മുടെ ഈ അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന സംഗതികളാ. അപ്പൊ അതിൽ പെട്ടതാണ് ഈ സ്പൈസസ്, കരയാമ്പൂ, കറുവപ്പട്ട, ഇഞ്ചി, ഏലക്കായ, ചുക്ക്, ജീരകം, വെളുത്തുള്ളി, ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന, ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. പിന്നെ സൂപ്പ് ബേസ്ഡ് സൂപ്പാണ് ഇപ്പൊ ഡിന്നറൊക്കെ, വെജിറ്റബിൾ നൂഡിൽ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾസ് വേവിച്ചത് ഒക്കെ കഴിച്ചോ, അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചോ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഫ്രൂട്ട്സും കഴിക്കാം. ഏറ്റവും നല്ലത് ശ്രേഷ്ഠം എന്താ വെച്ചാൽ ഇച്ചിരി അഗ്നിമാനത്തിന്റെ പ്രശ്നമുണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും പഴങ്ങളൊക്കെ, ചെറുപഴം, മുന്തിരിയൊക്കെ വീണ്ടും തണുപ്പല്ലേ, ദഹിക്കാനും പ്രയാസം. അപ്പൊ അത് പ്രശ്നമുണ്ടോ, അതുകൊണ്ട് തിരുമേനി സമ്മതിക്കാറില്ല. അതായത് പഴങ്ങൾ കഴിക്കണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കാം, അത് വേവിച്ചാണല്ലോ കഴിക്കണേ. അതിന് മറ്റൊരു ശാസ്ത്രഭാഗം കൂടി ഉണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മൾ വേവിക്കാത്ത പച്ചക്കറികൾ വേവിക്കാതെ ഒന്നും കഴിക്കരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു